പൊന്നാനിയിലെ കൊച്ചുപള്ളി, അവിടെ വലിയൊരു ദർസ് സ്ഥാപിക്കാൻ മാത്രമുള്ള സൗകര്യങ്ങളില്ല. അങ്ങനെ അതേക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനായ മഖ്ദൂം തങ്ങൾ വന്ന വിവരം നാടാകെ പരന്നിട്ടുണ്ട്. വിദേശത്ത് പോയി ഇൽമു പഠിച്ച് വന്ന വലിയൊരു പണ്ഡിതൻ, ആ വിജിഗീഷുവായ പണ്ഡിതന്റെ പ്രഭ അവിടെയൊക്കെ പരന്നിട്ടുണ്ട്. ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് അന്ന് ഈ പൊന്നാനി വെട്ടത്തുനാട്ടിലാണ്. വെട്ടത്തുനാട്ടിലെ രാജൻ, അവിടെ ഭരിക്കുന്ന അന്നത്തെ നാടുവാഴിയായ രാജാവിൻ്റെ മകൾ രോഗിണിയായ മകളെ ചികിത്സിച്ച് മടുത്ത് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വിഷമിച്ചു നിൽക്കുന്ന സമയമാണ്. പൊന്നാനിയുടെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. മഖ്ദൂം വന്നു എന്ന വിവരമറിഞ്ഞപ്പോൾ ആരോ വെട്ടത്ത് നാട്ടിലെ രാജാവിനോട് പറഞ്ഞു, അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ചികിത്സയൊന്ന് നടത്തിയാൽ ഒരുപക്ഷെ രക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാ വഴിയും അടയുമ്പോൾ സ്വാഭാവികമായും ഏത് വഴി കേട്ടാലും അതിലേക്ക് തിരിയും. അത് നമ്മുടെയൊക്കെ സ്വഭാവം തന്നെയാണ്, പൊതുസമീപനമാണ്. ആ സമീപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മഖ്ദൂം തങ്ങളെ പല്ലക്കയച്ച് വരുത്തി. മഖ്ദൂം തങ്ങൾ വന്നു, ഈ കുഞ്ഞിന് ചില ചികിത്സകൾ നിർദ്ദേശിച്ചു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ ചികിത്സ കൊണ്ട് രോഗം ഭേദപ്പെട്ടു. രോഗം ഭേദപ്പെട്ടപ്പോൾ മഖ്ദൂമിനെ വിളിച്ചിട്ട് ബഹുമാന്യനായ നാടുവാഴി പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഞാൻ തരാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭൗതിക മോഹത്തിന് വേണ്ടി ഒന്നും ചെയ്തതല്ല, ഇതൊന്നും എൻ്റെ കഴിവുമല്ല, അള്ളാഹുവിൻ്റെ കഴിവാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്തസ്സുള്ള തറവാട്ടിൽ ജനിച്ച നാടുവാഴിയായ പ്രഗത്ഭനായ ആ വ്യക്തി പറഞ്ഞു, പറ്റില്ല, എൻ്റെ അഭിമാനത്തിനത് ക്ഷതം വരും. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരുപാട് പണം ചെലവഴിച്ച് ഞാൻ ചികിത്സ നടത്തിയിട്ട് നിങ്ങളിത് ഈ രീതിയിൽ ഭേദപ്പെടുത്തി തന്നിട്ട് ഒന്നും നിങ്ങൾക്ക് തരാതെ ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചാൽ ശരിയല്ല, അതൊരിക്കലും എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കണം. എന്ത് ചോദിച്ചാലും തരുമോ എന്ന് ചോദിച്ചു, തരും. പണം ചോദിക്കും എന്നല്ലേ ആഗ്രഹിക്കുന്നത്, സ്വർണമോ വെള്ളിയോ ആവാം. പക്ഷേ മഖ്ദൂം തങ്ങൾ അതൊന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സൂഫിയാക്കളായ ആലിമീങ്ങളായ ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. മഖ്ദൂമിന് വേണമെങ്കിൽ സ്വർണം ചോദിക്കാമായിരുന്നു, ആ പണം അദ്ദേഹത്തിന് കീശയിലിടാമായിരുന്നു, ആരും ചോദിക്കില്ല. അദ്ദേഹത്തിന് കുറെ രൂപ ചോദിക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ഭൂമി ചോദിക്കാമായിരുന്നു. അദ്ദേഹം ചികിത്സിച്ചിട്ട് ഭേദമായതാണ്. നാടുവാഴി കൊടുക്കുന്ന പണം അദ്ദേഹത്തിനുള്ളതാണ്. അദ്ദേഹത്തിന് കീശ വീർപ്പിക്കാനും സമ്പത്തുണ്ടാക്കാനും മതിയാകുന്ന വിധത്തിൽ നല്ല സൗകര്യവും സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ടവർ ചെയ്തതോ, അദ്ദേഹം പറഞ്ഞു, ആ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ 4 കെട്ടിൻ്റെ നടുമുറ്റത്തൊരു നല്ല തേക്കുണ്ട്, അതാ നടുമുറ്റത്തിൻ്റെ വൃത്തിയാണ്. ആ നടുമുറ്റത്തിൻ്റെ വൃത്തിയും ശ്രദ്ധയുമാണ്. അതുകൊണ്ട് അദ്ദേഹം അത് വളരെ ആദരിച്ചുകൊണ്ട് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന വലിയൊരു തേക്കാണ്. ധാരാളം മരം കിട്ടുന്നൊരു തേക്ക്, പണിത്തരം കിട്ടുന്ന തേക്ക്. മഖ്ദൂം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഈ തേക്കാണ് വേണ്ടത്, പള്ളി ഒന്ന് വികസിപ്പിക്കണം, പള്ളി വികസിപ്പിക്കാൻ ഈ തേക്ക് വേണം. അങ്ങനെ ഒരു ചോദ്യം നാടുവാഴി പ്രതീക്ഷിച്ചതല്ല. അയാൾക്കത് വല്ലാത്ത സങ്കടമായി. കാരണം ഇത് മുറിച്ചെടുക്കണമെങ്കിൽ ഇന്നത്തെ പോലെ ആധുനിക രീതിയൊന്നുമില്ലല്ലോ. എന്തായാലും കൊട്ടാരത്തിൻ്റെ ആ 4 കെട്ടിന് കേടുപാട് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അത് അവിടുന്ന് പോകുമ്പോൾ ഒരു ഭംഗിക്കുറവുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്ന് അത്ഭുതത്തോടെ അദ്ദേഹം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, കൊട്ടാരത്തിനോ മുറ്റത്തിനോ കേടൊന്നും സംഭവിക്കാതെ നിങ്ങൾക്കത് മുറിച്ചു കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനെ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. വസ്തുത അങ്ങനെ തന്നെയാണ് താനും. എങ്കിൽ ഞാനത് കൊണ്ടുപോകും എന്ന് പറഞ്ഞ മഖ്ദൂം തങ്ങൾ പോയി. വെട്ടാനോ കൊണ്ടുപോകാനോ ആരെയും ചുമതലപ്പെടുത്തിയില്ല. എന്തു ചെയ്യുമെന്നറിയാതെ ഈ ഭരണാധികാരി. അവസാനം സംഭവിച്ചത് ചരിത്രം പറയുന്നു. പൊന്നാനിയുടെ പഴയകാല ചരിത്രം പരതുമ്പോൾ നിങ്ങൾക്കിത് ലഭ്യമാകും. കുട്ടികൾ വല്ല ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചോ. പൊന്നാനിയിലെ പഴയകാല ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു, മഹാനായ മഖ്ദൂം തങ്ങൾ ആ തേക്ക് പള്ളി നിർമ്മിക്കാൻ വേണ്ടിയാണ് വാങ്ങിയത് എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ സഹായത്താൽ അന്നു രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നല്ലൊരു കാറ്റ് വീശി. കൊട്ടാരമെന്ന് പ്രകമ്പനം കൊണ്ടതുപോലെ രാജാവിന് തോന്നി. ഞെട്ടിയുണർന്നു. ഒരു കാറ്റടിച്ചിരുന്നു, അത്രമാത്രം. നോക്കുമ്പോൾ തേക്ക് കാണുന്നില്ല. അത് നേരെ കാറ്റിൽ കടപുഴകി പൊങ്ങിയിട്ട് പൊന്നാനി കടലിൽ വീണു. ആ തേക്കെടുത്തു കൊണ്ടുപോയി മുറിച്ച് അതിൻ്റെ പണിത്തരങ്ങൾ കൊണ്ടാണ് പൊന്നാനിയിൽ പള്ളി നിർമ്മിച്ചത്. ആ പള്ളിയാണ് പൊന്നാനി വലിയ പള്ളി. പൊന്നാനി വലിയ പള്ളിയുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. മഖ്ദൂം തങ്ങൾ കുറ്റിയടിച്ചു കൊടുത്തു പള്ളി പുതുക്കി പണിയാൻ. എന്നിട്ട് അതിനെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചു. കൂട്ടുകയറ്റുമ്പോൾ അതിൻ്റെ മുകളിൽ കയറി ആശാരി പറങ്കോടൻ
ആശാരി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കിബിലയുടെ മറി നേരെയല്ലേ എന്ന് ചോദിച്ചു. നേരെ തന്നെയാണ്, വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞ മഖ്ദൂം ഒന്ന് ചൂണ്ടി. മഖ്ദൂം ചൂണ്ടിയ പടിഞ്ഞാറേ ദിശയിലേക്ക് മോന്തായത്തിലിരുന്നു കൊണ്ട് ഇദ്ദേഹം നോക്കിയപ്പോൾ അയാൾ പരിശുദ്ധ കഅബ കാണുന്നു എന്ന് പറഞ്ഞു. പരിശുദ്ധ കഅബ കാണുന്നു എന്ന് പറയലും തലകറങ്ങലും വീഴലും. ആ വീണ സ്ഥലത്ത് വെച്ചുകൊണ്ട് പടയുന്ന ആ അമുസ്ലിമായ ആശാരിക്ക് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ കെലിമ ചൊല്ലിക്കൊടുത്തു. അയാൾ മരണവക്രത്തിൽ കെലിമ ചൊല്ലി മുസ്ലിമായി മരിച്ചു. പൊന്നാനിക്കാർക്ക് ചെന്നാൽ കാണാൻ പറ്റും, ആശാരി തങ്ങൾ എന്ന പേരിൽ ഒരു മക്ബറയുണ്ട് അവിടെ. ആശാരി തങ്ങൾ എന്നാണ് അവർ പറയുക, ആശാരി തങ്ങൾ എന്നാണ് ഇന്നും പറയുക. ആശാരി മുസ്ലിമായി മരണപ്പെട്ടു പോയി അവസാനം കെലിമ ചൊല്ലി മഖ്ദൂമിന് ഖിദ്മത്ത് ചെയ്തത് കൊണ്ടാണ്. നല്ലവരോട് അടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെയും ഒരു ഗുണം കിട്ടും. ഓർക്കണം നിങ്ങൾ, ഈ സമൂഹത്തിന്റെ പൂർവ്വകാല മഹത്തുക്കൾ ദീൻ വളർത്തിയതും ഈ സമൂഹത്തിന് മാതൃകയായതും ഇങ്ങനെയാണ്. മഖ്ദൂം നാടുവാഴിയിൽ നിന്നും വലിയൊരു തുക സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വലിയൊരു എസ്റ്റേറ്റോ ബംഗ്ലാവോ കെട്ടിപ്പൊക്കിയിരുന്നുവെങ്കിൽ ഈ ഉമ്മത്തിന് ഇങ്ങനെ ഒരു സൗകര്യം പൊന്നാനിൽ കിട്ടുമോ? ലോക പ്രശസ്തമായ ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന വലിയൊരു കേന്ദ്രമായി പൊന്നാനി. ആ പൊന്നാനിയുടെ പ്രഭയിൽ നിന്നും പിന്നീട് വന്ന പരമ്പരകളായ ആലിമീങ്ങളുടെ ശിഷ്യഗണങ്ങളാണ് ഈ ഇരിക്കുന്നവരും ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ ആളുകളും നമ്മളൊക്കെയും. നമ്മൾ അലിഫ് എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുപരമ്പരയിലൂടെ നേരെ ചെന്നാൽ അത് പൊന്നാനിൽ എത്തിച്ചേരും. അല്ലാഹു ആ പരമ്പരയിലുള്ളവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവരാണ് ഇവിടെ ദീൻ വളർത്തിയത്. അവരോടൊക്കെ നമ്മൾ കടപ്പെട്ട് കിടക്കുന്നവരാണ്.